ചില ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ, ചിലത് ഭയങ്കര ടഫും. ഏതാണ് നമുക്കിത് ടഫാക്കണമെന്ന് പറയട്ടോ? മെയിൻലി പ്രിപ്പോസിഷൻ ആണ്. ഗതി എന്ന് പറയും, ഇന്ന്, ഓൺ, അറ്റ്, ഫോർ, ഫ്രം, ടു എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇന്നിവിടെ ടീച്ചർ ഫോറിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം ഐ ബോട്ട് എ ഗിഫ്റ്റ് ഫോർ മൈ ഡോട്ടർ എന്ന് പറഞ്ഞാലോ, ഞാൻ എന്റെ മകൾക്ക് വേണ്ടി ഒരു സമ്മാനം വാങ്ങി. ഈ സെന്റൻസ് നമ്മൾ എല്ലാവരും കംഫർട്ടബിൾ ആണല്ലേ, കുഴപ്പമൊന്നുമില്ല, ചേരുന്നുണ്ട്. ഐ ബോട്ട് എ ഗിഫ്റ്റ് ഫോർ മൈ ഡോട്ടർ. അതേസമയം ദിസ് ബസ് ഇസ് ഫോർ ചെന്നൈ എന്ന് പറഞ്ഞാലോ, നിങ്ങൾക്ക് ചിലരെങ്കിലും പറയില്ലേ ദിസ് ബസ് ഈസ് ഫോർ ചെന്നൈയാ, ദിസ് ബസ് ഈസ് ടു ചെന്നൈ അല്ലേ കുറച്ചുകൂടെ ചേരാ എന്ന് തോന്നുന്നുണ്ടല്ലേ. അപ്പോ മുറിവൈദ്യൻ രോഗിയെ കൊല്ലെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അറിവിന്റെ കുറവ് കൊണ്ടാണ് ആ ഫോർ അവിടെ ചേരില്ല എന്ന് പറയണേ. ഒരു ഡെസ്റ്റിനേഷന്റെ മുമ്പിൽ ഫോർ ഇടാം. അപ്പൊ ദിസ് ബസ് ഈസ് ഫോർ ചെന്നൈ എന്ന് പറഞ്ഞാൽ ചെന്നൈ വരെ ഉള്ളൂ എന്നുള്ള അർത്ഥമാണ്. ഷീ ഈസ് ലീവിങ് ഫോർ കൊച്ചിൻ എന്ന് പറഞ്ഞാൽ കൊച്ചിനിലേക്ക് പുറപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ കൊച്ചിൻ ഡെസ്റ്റിനേഷന് മുമ്പിൽ ഫോർ ഇടാം. ഓക്കെ, സോ വ്യക്തമായിട്ട് പഠിക്കാൻ, ഉള്ളറിഞ്ഞ് നിറകുടങ്ങളാവാൻ നിങ്ങൾക്ക് ഷനൈൻസ് അക്കാഡമിയിലേക്ക് വരാം. യു വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. താങ്ക് യു. സന്ദർഭങ്ങൾ ഒരുപാടാണ്. ആക്സിഡന്റ് നടന്ന സന്ദർഭം, ICUയിൽ അഡ്മിറ്റ് ആയ സന്ദർഭം, ടൂർ പോയ സന്ദർഭം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം, ഇങ്ങനെ പല പല സന്ദർഭങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, ഇത് ആദ്യം പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. 500 വരെയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് സംസാരിക്കണോ? വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. താങ്ക് യു സോ മച്ച്.